പക്ഷേ എൻ്റെ ഒരു ആകാംക്ഷയിൽ ഞാൻ ചോദിക്കുകയാണ്, സാർ എന്താണ് ഇതിൻ്റെ വിജയ രഹസ്യം? മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു വർഷത്തേക്ക് എൻ്റെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അവിടെ വരുന്ന കംപ്ലീറ്റ് മെയിൻ്റനൻസും ₹1 പോലും വാങ്ങിക്കാതെ അത് മൊത്തത്തിൽ ചെയ്തു കൊടുക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് കൊല്ലത്ത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇത്ര ഉയർന്ന ഒന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇരവിപുരത്തെ ആദിൻസ് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ MD ശ്രീ ബിനു ജോസഫ് എന്നോടൊപ്പം ഉണ്ട്. എന്താണ് ബിനു ഇതിൻ്റെ ഒരു രഹസ്യം? ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് കൂടുതൽ പ്രോജക്റ്റുകൾ, അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ 3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സ്വന്തം വീട് വയ്ക്കുന്ന അതേ ആറ്റിറ്റ്യൂഡിൽ, അതേ ഗൗരവത്തോടു കൂടി മറ്റുള്ളവർ ആരെങ്കിലും വീട് വയ്ക്കാൻ എന്നെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ആ വീട് വെച്ച് കൊടുക്കുക. അതിപ്പോൾ എൻ്റെ സ്വന്തം വീട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കില്ല. അതെ, ശരിയല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. 3 വർഷമായി തുടങ്ങിയിട്ട് അല്ലേ, എത്ര പ്രോജക്റ്റുകൾ ഇതുവരെയ്ക്ക് ഫിനിഷ് ചെയ്ത്? ഇപ്പോൾ റണ്ണിങ്ങിലുള്ളത് ഉൾപ്പെടെ ഒരു 25 പ്രോജക്റ്റ് നമ്മൾ പൂർത്തിയാകാറായി. 25 പുതിയ പ്രോജക്റ്റുകൾ. അതായത് പുതിയ പ്രോജക്റ്റുകളല്ല, അതിനകത്ത് റിനോവേഷൻ ഉണ്ട്, അതായത് മേക്ക് ഓവർ പ്രോജക്ട്സ് ഉണ്ട്, അല്ലാതെ പുതിയ പ്രോജക്റ്റുകൾ. അതിനകത്ത് വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും. അതെ, അതിൽ പ്രധാനപ്പെട്ടത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് മാത്രമല്ല, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും ചെയ്യുന്നുണ്ട്. ഈ ഷോപ്സിൻ്റെ തീർച്ചയായിട്ടും. അപ്പം അതിൽ പേര് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ ഇരവിപുരത്ത് കോസ്റ്റൽ ബാങ്കിനോട് ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ പുരോഗമിക്കുന്ന ഒരു ബിൽഡിങ്. അതുകൂടാതെ തന്നെ ഇവിടെ സ്കൂളിൻ്റെ ലൈനിൽ തന്നെ ഒരു ബാങ്കിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, അതും തീരാറായി. എല്ലാം ഇരവിപുരത്താണ്? അല്ല, ഇരവിപുരമല്ല, ഇരവിപുരത്ത് മരുത്തടി മുതൽ മരുത്തടി, തിരുമലാവാരം, മുണ്ടയ്ക്കൽ, ഇല്ല ചവറയില്ല, നീണ്ടകര, പിന്നെ അവിടെ നിന്ന് പള്ളിമുക്ക്, പാലത്തറ. പള്ളിമുക്കിൽ തന്നെ 2 പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ AKG ജംഗ്ഷൻ, മാടന്നട, മുക്കം, മയ്യനാട്, ധവളക്കുഴി, പുല്ലിച്ചിറ തുടങ്ങി ഒരുപാട് സ്ഥലത്തുണ്ട്. അതെ, അതിന് കൂടുതൽ പ്രോജക്റ്റ് ചെയ്തത് നമ്മൾ ഇരവിപുരത്താണ്. ഇരവിപുരത്ത് ഒരുപാട് പ്രോജക്റ്റ് ചെയ്തു. നമ്മൾ രഹസ്യങ്ങൾ ചോദിച്ചൂടാ എന്നാണല്ലോ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ആകാംക്ഷയിൽ ഞാൻ ചോദിക്കുകയാണ്, സാർ എന്താണ് ഇതിൻ്റെ വിജയ രഹസ്യം? മെയിനായിട്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ആനുവൽ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു വർഷത്തേക്ക് എൻ്റെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അവിടെ വരുന്ന കംപ്ലീറ്റ് മെയിൻ്റനൻസും ₹1 പോലും വാങ്ങിക്കാതെ അത് മൊത്തത്തിൽ ചെയ്തു കൊടുക്കും. അതൊരു വലിയൊരു കാര്യം തന്നെ. ഞാൻ ശരിക്കും അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു നല്ല കാര്യം. പിന്നെന്തൊക്കെയാണ്? പിന്നെ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് മെയിൻ്റനൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനം. അതിനേക്കാളുപരി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പരസ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു കസ്റ്റമറിൽ നിന്ന് അടുത്ത കസ്റ്റമറിലേക്ക് അവർ തന്നെയാണ് എന്നെ കണക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാനായിട്ടൊരിടത്തും പോയി ഒന്ന് മാർക്കറ്റ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ കസ്റ്റമേഴ്സ് അതിനകത്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഓരോ ഘട്ടങ്ങളിലും ഇവരെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചല്ലേ? തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ എന്നെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എന്നെ ഏൽപ്പിക്കുന്നതിന് മുൻപ് അവരുമായിട്ട് അവരുടെ സാമ്പത്തികം ചർച്ച ചെയ്യാറുണ്ട്. അവരുടെ സാമ്പത്തികത്തിനകത്ത് നിർത്തിക്കൊണ്ട് മാക്സിമം ക്വാളിറ്റിയിൽ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഞാനത് ചോദിക്കാൻ കാര്യം, പലപ്പോഴും പലരും ഈ വീട് വെക്കാൻ ഇറങ്ങി കടക്കണിയിൽ പെട്ടുപോയ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ അതങ്ങനെ പ്ലാൻഡ് ആയതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അത് കാരണം ആളുകൾക്ക് ഇപ്പം അവയർനെസ് കൂടുതലാണ്. ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് പണ്ടത്തെ കണക്ക് ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. പകരം കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. ചിലപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലമായിരിക്കും. ആ 3 സെൻറ്റ് സ്ഥലത്തിനകത്ത് അവർക്ക് വേണ്ട മാക്സിമം കാര്യങ്ങൾ അവർ ഡിസൈൻ ചെയ്ത് വെക്കുന്ന നേരത്തെ, എന്നിട്ടായിരിക്കും നമ്മളോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം നമ്മളത് കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് അവരാദ്യം ബോധ്യപ്പെടുത്തുക. ആദ്യം 2D പ്ലാൻ കൊടുക്കും, അതിനുശേഷം 3D സെറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനിയും ഇതുപോലെ കൂടുതൽ പ്രോജക്റ്റുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഒപ്പം ഗുണനിലവാരവും ഒത്തുചേരുമ്പോൾ അത്ഭുതങ്ങളുണ്ടാകുന്നു. ഇതാണ് ഇരവിപുരത്തെ ആദിൻസ് കൺസ്ട്രക്ഷൻ്റെ വിജയരഹസ്യം. ചെറിയ പ്രോജക്റ്റുകൾ തൊട്ട് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പറഞ്ഞ കാലയളവിൽ തന്നെ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാൻ ആദിൻസ് കൺസ്ട്രക്ഷന് സാധിക്കുന്നു. വിദഗ്ധരായ തൊഴിലാളികളും ഗുണമേന്മയേറിയ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ആദിൻസ് കൺസ്ട്രക്ഷൻ മുന്നോട്ട്.